ഹായ് മക്കളെ, അടുത്തതായി നമ്മൾ ആൽക്കഹോൾ, ഫീനോൾ ആൻഡ് ഈതർ എന്നുള്ള ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഹാലോ ആൽക്കീൻ കണ്ടിട്ടല്ലാതെ ഈ ചാപ്റ്ററിലേക്ക് വരരുത്. കാരണം ഹാലോ ആൽക്കീനിലെ പല റിയാക്ഷൻസും ഇവിടെ ആവർത്തിക്കുന്നുണ്ട്. അതൊന്നും ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് മൊത്തത്തിലുള്ള നമ്മുടെ ക്ലാസ്സുകൾ കണ്ടാൽ ഒരു റിയാക്ഷൻ പോലും നിങ്ങൾക്ക് മിസ്സാവില്ല. പക്ഷേ അത് ആ ചാപ്റ്ററിൽ തന്നെ പറഞ്ഞുകൊള്ളണമെന്ന് നിർബന്ധമില്ല. അത് മുമ്പത്തെ ചാപ്റ്ററുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ ഞാൻ പിന്നീടുള്ള വീഡിയോസിൽ അത് സ്കിപ്പ് ചെയ്യാറുണ്ട്. കുറഞ്ഞ സമയം കൊണ്ട് ഇനി ബാക്കിയുള്ള റിയാക്ഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നാണ് ഉദ്ദേശം. അതുകൊണ്ട് ഓർഗാനിക് കെമിസ്ട്രിയുടെ ചാപ്റ്റേഴ്സെങ്കിലും നിങ്ങളൊന്ന് ഓർഡറിൽ കാണുന്നത് നന്നായിരിക്കും. മോനെ, ആദ്യമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷനാണ്. എങ്ങനെയാണ് ആൽക്കഹോളുകൾ, ഫീനോളുകളൊക്കെ ഉണ്ടാക്കുക? അതിലാദ്യം നമുക്ക് പഠിക്കാനുള്ളത് ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് എത്തനോളാണ്. എത്തനോൾ എന്ന് പറഞ്ഞാൽ C2H5OH അഥവാ മദ്യമാണെന്ന് നമുക്കറിയാം. ഇൻഡസ്ട്രിയൽ ഈ പ്രിപ്പറേഷൻ നന്നായി നടക്കുന്ന ഒരു കാര്യവുമാണ് എന്നും നിങ്ങൾക്കറിയാം. എങ്ങനെയാണ് എത്തനോളിനെ ഇൻഡസ്ട്രിയലി ഉണ്ടാക്കുന്നത്? ശരിക്കൊന്ന് കേട്ടോളണേ. ആദ്യം നിങ്ങൾ മൊളാസസ് എടുക്കണം. മൊളാസസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷുഗർ കെയിൻ ഉണ്ടല്ലോ, ഷുഗർ കെയിൻ. ആ ഷുഗർ കെയിനിൻ്റെ ജ്യൂസിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ ധാന്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ആ മദർ ലിക്വിഡിനെയാണ് നമ്മൾ മൊളാസസ് എന്ന് പേര് വിളിക്കുന്നത്. അതിൻ്റെ കെമിക്കൽ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് സൂക്രോസാണ്. അപ്പോൾ സൂക്രോസിലേക്ക് നമ്മൾ ഇൻവെർട്ടേസ് എന്ന് പറയുന്ന എൻസൈം ഇടണം. ഇൻവെർട്ടേസ് എൻസൈമിൻ്റെ പേര് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സൂക്രോസിലേക്ക് ഇൻവെർട്ടേസ് ഇടുമ്പോൾ അവിടെ ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ഓർത്ത് വെക്കണേ, ഗ്ലൂക്കോസും ഫ്രക്ടോസും ഉണ്ടാകും. ഈ ഗ്ലൂക്കോസ് ഫ്രക്ടോസിലേക്ക് നമ്മൾ സൈമേസ് എന്ന് പറയുന്ന മറ്റൊരു എൻസൈം ഉപയോഗിച്ച് കഴിഞ്ഞാലാണ് നമുക്ക് എത്തനോൾ കിട്ടുക. ഓർത്ത് വെക്കണേ, എത്തനോൾ കിട്ടും. കൂടെ കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാകും. ഓർത്ത് വെച്ചോളണം. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന എത്തനോൾ ഇല്ലടാ, ഈ എത്തനോളിനെ നമ്മൾ വാഷ് എന്നാണ് പേര് വിളിക്കുക. വാഷ് എന്നാണ് പേര് വിളിക്കുക. അപ്പോൾ വാഷ് എന്ന് പറയുന്ന എത്തനോളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആ വാഷ് എന്ന് പറയുന്ന എത്തനോളിൽ 10 to 14% മാത്രമേ എത്തനോൾ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നോർമലി നമുക്ക് കൊമേഴ്ഷ്യലി അവൈലബിൾ ആകുന്ന എത്തനോൾ എന്ന് പറഞ്ഞാൽ 10 to 14 ഒന്നും അല്ല, ഹൈ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള എത്തനോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഈ കിട്ടുന്ന എത്തനോളിനെ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ അടുത്ത പണി. അപ്പോൾ സബ്ബായിട്ട് ഞാൻ ഹെഡിങ് ഇങ്ങനെയാണ് പറയണേ, കോൺസെൻട്രേഷൻ ഓഫ് എത്തനോൾ. ഇങ്ങനെ കിട്ടുന്ന വാഷിനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോവാണ്. എന്താ ചെയ്യാമെന്നറിയോടാ, വാഷിനെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടത്തിയാൽ മതി. വാഷിനെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടത്തിയാൽ നമുക്ക് റെക്ടിഫൈഡ് സ്പിരിറ്റ് കിട്ടും. റെക്ടിഫൈഡ് സ്പിരിറ്റ് നോട്ട് ചെയ്തോളണേ. റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ 95% എത്തനോളാണ്. അപ്പോൾ 10 to 14% ഉണ്ടായിരുന്നു, ഇപ്പോൾ 95% ആയി. ഈ 95% എത്തനോളിനെ 100% എത്തനോൾ അഥവാ അബ്സല്യൂട്ട് ആൽക്കഹോളാക്കി മാറ്റാൻ അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്നാണ് പേര് വിളിക്കുക. അബ്സല്യൂട്ട് ആൽക്കഹോൾ അല്ലെങ്കിൽ അബ്സല്യൂട്ട് സ്പിരിറ്റ് എന്നാണ് പേര് വിളിക്കുക. ആക്കി മാറ്റാൻ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന പ്രോസസ്സിന് പറ്റില്ല. പകരം അവിടെ ഉപയോഗിക്കുന്ന കെമിക്കൽ ഓർത്ത് വെച്ചോളണേ, കാൽസ്യം ഓക്സൈഡാണ്. ഓർത്ത് വെച്ചോളണം, കാൽസ്യം ഓക്സൈഡ്. ഇത് ചോദിക്കാറുണ്ട്. 95% എത്തനോളിനെ 100% എത്തനോളാക്കി മാറ്റാൻ H2SO4 പറ്റുമോ, കാൽസ്യം ക്ലോറൈഡിന് പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇതൊന്നും പറ്റൂല. പകരം കാൽസ്യം ഓക്സൈഡിന് മാത്രമേ പറ്റുള്ളൂ എന്ന് ഓർത്ത് വെച്ചേക്കുക. ഇതാണ് ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് എത്തനോളിൽ പഠിക്കാനുള്ളത്. ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് മെത്തനോളാണ് അടുത്തത്. മെത്തനോളിനെ നമ്മൾ വുഡ് സ്പിരിറ്റ് എന്ന് പേര് വിളിക്കാറുണ്ട്. ഓർത്ത് വെച്ചോളണേ, വുഡ് സ്പിരിറ്റ്. അപ്പോൾ വുഡ് സ്പിരിറ്റ് കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊന്ന് ഓർത്ത് വെച്ചോ. വുഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും കേട്ടോളണേ, എന്തുകൊണ്ടാണ് അതിന് വുഡ് സ്പിരിറ്റ് എന്ന് പേര് വിളിക്കണേന്ന് അറിയോ നിങ്ങൾക്ക്? വുഡില്ലടാ, വുഡ് മരം. ഈ വുഡിനെ വുഡിനെ പൈറോളിസിസ് നടത്തണം. വുഡിനെ പൈറോളിസിസ് നടത്തിയാൽ നമുക്ക് കിട്ടുന്ന ആളാണ് പൈറോലിഗ്നസ് ആസിഡ്. ഓർത്ത് വെക്കടാ, പൈറോലിഗ്നസ് ആസിഡ് കിട്ടും. ഈ പൈറോലിഗ്നസ് ആസിഡിനെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടത്തിയാൽ കുറേ കമ്പോണൻറ്റ് കിട്ടും. അതിലൊരാളാണ് മെത്തനോൾ. നമുക്ക് മെത്തനോൾ എങ്ങനെ കിട്ടും എന്നുള്ളതാണ് ചർച്ച. വേറെയും കുറേ ആൾക്കാരൊക്കെ ഉണ്ട്, അതാരാണെന്നൊന്നും നിങ്ങൾ പഠിക്കണ്ട. അപ്പോൾ വുഡിനെ പൈറോളിസിസ് നടത്തിയാൽ പൈറോലിഗ്നസ് ആസിഡ് കിട്ടും. അതിനെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടത്തിയാൽ മെത്തനോൾ കിട്ടും. അതുകൊണ്ടാണ്, വുഡിൽ നിന്നുണ്ടാകുന്നത് കൊണ്ടാണ് ഇതിനെ വുഡ് സ്പിരിറ്റ് എന്ന് പേര് വിളിക്കുന്നത്. മറ്റൊരു മെത്തേഡാണ് ഫ്രം വാട്ടർ ഗ്യാസ്. നിങ്ങൾ വാട്ടർ ഗ്യാസ് എന്ന് കേട്ടിട്ടുണ്ടോ? വാട്ടർ ഗ്യാസ് എന്ന് പറഞ്ഞാൽ കാർബൺ മോണോക്സൈഡ് ഹൈഡ്രജൻ മിക്സ്ചറാണ്. ഈ കാർബൺ മോണോക്സൈഡ് ഹൈഡ്രജൻ മിക്സ്ചറിനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് CH3OH മെത്തനോൾ കിട്ടും. ബാലൻസ് ചെയ്യാൻ ഇവിടെ 2 ഹൈഡ്രജൻ ഇട്ട് കൊടുത്താൽ മതി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്,
ഇവിടെ 673 കെൽവിൻ ടെമ്പറേച്ചറും 300 ATM പ്രഷറും കൂടെ Cr2O3യും ZnOയും വേണം. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. Cr2O3 ZnO എല്ലാം ഇമ്പോർട്ടൻ്റാണ്. ഈ ഓക്സിഡൈസിങ് ഏജൻറ്റും ഈ ടെമ്പറേച്ചറും ഈ പ്രഷറും എല്ലാം കൊടുത്താലാണ് വാട്ടർ ഗ്യാസിൽ നിന്ന് വുഡ് സ്പിരിറ്റായ മെത്തനോൾ ഉണ്ടാവുക എന്നൊന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ മെത്തനോളിൻ്റെ 2 മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ പഠിച്ചു. ഒന്ന് ഫ്രം വാട്ടർ ഗ്യാസ് പഠിച്ചു, മറ്റേത് ഫ്രം വുഡ് പഠിച്ചു. അടുത്തത് ഏതാടാ? ഫ്രം BDC. BDC ആരാണെന്ന് നിങ്ങൾക്കറിയാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചതാണ് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിങ്ങിൽ N2Cl ആണ്. ജസ്റ്റ് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി, N2Cl പോയിട്ട് പകരം അവിടെ OH വരും. അപ്പോൾ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഫീനോളിലേക്ക് എത്തി നമ്മൾ. അങ്ങനെ കിട്ടിയ ആളാരാണെന്ന് നോക്കിയാൽ ഫീനോൾ കിട്ടി. ജസ്റ്റ് സിമ്പിൾ ഇക്വേഷനാണ്, പഠിച്ചു വെച്ചോ. മിക്കവാറും വാട്ടറിൻ്റെ കൂടെ ഹീറ്റും കാണാറുണ്ട്, അല്ലെങ്കിൽ സ്റ്റീം എന്ന് കാണാറുണ്ട്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. സിമ്പിൾ റിയാക്ഷനാണ്. ഫ്രം ക്യുമീൻ, വളരെ ഫേമസ് ആയിട്ടുള്ള റിയാക്ഷനാണ് ക്യുമീനിൽ നിന്ന്. ക്യുമീൻ എന്ന് പറഞ്ഞാൽ ഐസോപ്രൊപ്പൈൽ ബെൻസീൻ ആണെന്ന് നിങ്ങൾക്കറിയാം. CH3 ആണ് ക്യുമീൻ. ഈ ക്യുമീനിലേക്ക് ജസ്റ്റ് ഓക്സിഡേഷൻ നടത്തി ഹൈഡ്രോളിസിസ് നടത്തുക. H3O+. ഓക്സിഡേഷൻ നടത്തി ഹൈഡ്രോളിസിസ് നടത്തിയാൽ നിനക്ക് കിട്ടുന്ന 2 പ്രൊഡക്റ്റും ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് വൺ ഫീനോൾ കിട്ടും, രണ്ടാമൻ ബൈ പ്രൊഡക്റ്റും ഇമ്പോർട്ടൻ്റ് ആണ്. CH3COCH3 എന്ന് പറഞ്ഞാൽ അസറ്റോൺ ആണ്. അതും ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചോ. അപ്പോൾ ക്യുമീനിൽ നിന്ന് ഫീനോൾ ഉണ്ടാക്കുമ്പോഴുള്ള അടുത്തൊരു ബെനിഫിറ്റ് അതിൻ്റെ കൂടെ കിട്ടുന്ന ആളാരാണെന്നുള്ളതാണ്, അസറ്റോൺ ആണ് എന്നുള്ളതാണ്. അസറ്റോണും ഹൈലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയൽ സോൾവെൻ്റ് ആയതുകൊണ്ട് ദിസ് മെത്തേഡ് ഈസ് പ്രിഫേർഡ് ടു പ്രൊഡ്യൂസ് ഫീനോൾ. ഓക്കെ ആണല്ലോ, ഫ്രം ക്യുമീൻ. അടുത്ത ആൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഡൗസ് പ്രോസസ്സ് എന്നാണ് റിയാക്ഷൻ്റെ പേര്. എടാ, ക്ലോറോബെൻസീനിൽ നിന്ന് ഫീനോൾ ഉണ്ടാക്കുന്ന റിയാക്ഷനാണ് ഡൗസ് പ്രോസസ്സ്. അപ്പോൾ ക്ലോറോബെൻസീനിൽ നിന്ന് ഫീനോൾ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട റിയേജൻറ്റുകളും അതിൻ്റെ കണ്ടീഷൻസും ഒക്കെ ഒന്ന് ശരിക്ക് കേട്ടോ. ഒന്ന്, NaOH മസ്റ്റായിട്ട് വേണം. പിന്നെ 623 കെൽവിൻ ടെമ്പറേച്ചർ വേണം. 300 ATM പ്രഷർ വേണം. ഒരു H+ൻ്റെ പ്രസൻസും വേണം. അസിഡിക് മീഡിയവും ആയിരിക്കണം. കാണാതെ പഠിക്കും. അങ്ങനെ ഈ പറയുന്ന എല്ലാ കണ്ടീഷൻസും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ക്ലോറോബെൻസീനിലെ ക്ലോറിൻ പോയി പകരം OH വരും. അങ്ങനെ ഫീനോൾ കിട്ടും. ആൻഡ് ദിസ് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഈസ് നോൺ ആസ് ഡൗസ് പ്രോസസ്. പഠിച്ചു വെച്ചോളനെ, ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻ വരും. എടാ, കെമിക്കൽ പ്രോപ്പർട്ടീസിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ. ആൽക്കഹോൾ ഫീനോളുകൾ കാണിക്കുന്ന കെമിക്കൽ പ്രോപ്പർട്ടീസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ആളാണ് അസിഡിറ്റി. എടാ, ആൽക്കഹോളും ആസിഡാണ്, ഫീനോളും ആസിഡാണ്. ഇതിൽ ആരാ നല്ല ആസിഡ് എന്നറിയോ നിങ്ങൾക്ക്? ഫീനോളാണ് നല്ല ആസിഡ്. ഫീനോളാണ് നല്ല ആസിഡ്, പിന്നെ വാട്ടറാണ് നല്ല ആസിഡ്, അതിൻ്റെയും താഴെയാണ് ആൽക്കഹോൾ വരിക. അപ്പോൾ ഓർഡർ ഓഫ് ആസിഡിറ്റി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേടാ. ആൽക്കഹോളിനേക്കാൾ നല്ല ആസിഡാണ് വാട്ടർ. ആ വാട്ടറിനേക്കാളും നല്ല ആസിഡാണ് ആര്? ഫീനോള്. അപ്പോൾ ആസിഡിറ്റിയുടെ ഓർഡർ ഒന്ന് നിർബന്ധമായിട്ട് നോട്ട് ചെയ്ത് വെച്ചേടാ. അപ്പോൾ വാട്ടർ ആസിഡ് ആണോ സാറേ എന്നുള്ള ചോദ്യം ഇവിടെ നിരോധിച്ചിരിക്കുന്നു. വാട്ടർ ആംഫോട്ടറിക് ആണ്. അതിന് ആസിഡായിട്ട് ബിഹേവ് ചെയ്യാനും ബേസായിട്ട് ബിഹേവ് ചെയ്യാനുമുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഒരു വാട്ടർ മോളിക്യൂൾ ആസിഡായിട്ട് ബിഹേവ് ചെയ്യുന്ന സമയത്ത് അയാൾ കാണിക്കുന്ന ആസിഡിറ്റി ഉണ്ടല്ലോ, അത്ര പോലുമില്ല ആൽക്കഹോളിൻ്റെ അസിഡിറ്റി എന്നാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ആൽക്കഹോൾസ് ആർ ലെസ് അസിഡിക് ദാൻ വാട്ടർ വിച്ച് ഈസ് ലെസ് അസിഡിക് ദാൻ ഫീനോൾ. ക്ലിയർ ആണല്ലോ. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്. ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വന്നാൽ അസിഡിറ്റി ഡിക്രീസ് ചെയ്യും. ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വന്നാൽ അസിഡിറ്റി ഇൻക്രീസ് ചെയ്യും. നോട്ട് ചെയ്ത് വെച്ചോ. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വന്നാൽ അസിഡിറ്റി ഡിക്രീസ് ചെയ്യും. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വന്നാൽ അസിഡിറ്റി ഇൻക്രീസ് ചെയ്യും. അതിൻ്റെ ആപ്ലിക്കേഷനാണ് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ആൽക്കഹോൾ. പ്രൈമറി ആൽക്കഹോൾ, സെക്കൻഡറി ആൽക്കഹോൾ, ടെർഷറി ആൽക്കഹോൾ ഒക്കെ ആരാണെന്ന് അറിയാലോ. പ്രൈമറി ആൽക്കഹോൾ, സെക്കൻഡറി ആൽക്കഹോൾ, ടെർഷറി ആൽക്കഹോളിൽ ആരാണ് ഏറ്റവും നല്ല ആസിഡ് എന്ന് അറിയാം നിങ്ങൾക്ക്? ഏറ്റവും നല്ല ആസിഡ് പ്രൈമറി ആൽക്കഹോളാണ്. പിന്നെയാണ് സെക്കൻഡറി ആൽക്കഹോൾ, പിന്നെയാണ് ടെർഷറി ആൽക്കഹോൾ. കാരണം എന്താ? ഈ ടെർഷറി ആൽക്കഹോൾ ആകുമ്പോഴേക്കും അവിടെ കുറേ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പുകൾ, ആൽക്കൈൽ ഗ്രൂപ്പുകൾ പല ഭാഗത്ത് നിന്ന് അറ്റാച്ച് ചെയ്യും. അപ്പോൾ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വരുന്നതിനനുസരിച്ച് അസിഡിറ്റി ഡിക്രീസ് ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് ടെർഷറി ആൽക്കഹോളിൻ്റെ അസിഡിറ്റി കുറഞ്ഞു പോയത്. ക്ലിയർ അല്ലേടാ? ഇനി ഫീനോളുകളുടെ കേസിലേക്ക് വരികയാണെങ്കിൽ നോക്കിക്കോടാ. ഇതൊരു ഫീനോൾ. എ എന്ന് പറയുന്ന ആൾ ഒരു ഫീനോളാണ്. എ എന്ന് പറയുന്നവൻ ഒരു ഫീനോളാണ്. ബി എന്ന് പറയുന്നവൻ ശരിക്കും വരച്ചു വെച്ചോ, എല്ലാവരും എൻ്റെ കൂടെ തന്നെ വരച്ചോ. ഫീനോളിൻ്റെ പാരാ പൊസിഷനിൽ ഒരു NO2 ഗ്രൂപ്പ് വന്നതാണ്. ഹലോ,
സി എന്ന് പറയുന്നത് പഠിച്ചോളൂ, ഫീനോളിൻ്റെ പാരാ പൊസിഷനിൽ ഒരു OCH3 എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് വന്നതാണ്. കുഞ്ഞുങ്ങളെ നിങ്ങൾ അഭിപ്രായം പറ, ഇതിലാരാണ് ഏറ്റവും നല്ല ആസിഡ്, പിന്നെ ആര് എന്നതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. നിങ്ങൾക്കറിയാം ഫീനോൾ ഒരു റെഫറൻസ് ആയിട്ട് എടുത്താൽ മതി. NO2 ഗ്രൂപ്പ് ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്, ഇലക്ട്രോണിനെ അയാൾ വലിക്കും. OCH3 എന്ന മെത്തോക്സി ഗ്രൂപ്പ് ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്, അയാൾ ഇലക്ട്രോണിനെ കൊടുക്കും. അപ്പോൾ വിഡ്രോയിങ് ഗ്രൂപ്പ് വന്നാൽ അസിഡിറ്റി കൂടും, ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വന്നാൽ അസിഡിറ്റി കുറയും. അപ്പോൾ ഇതിൽ ആരാടാ ഏറ്റവും നല്ല ആസിഡ് ആരാന്ന് വെച്ചാൽ ബി അല്ലേടാ ഇതിൽ ഏറ്റവും നല്ല ആസിഡ്. പിന്നെ ഡൊണേറ്റിംഗ് വിഡ്രോയിങ് ശല്യങ്ങളൊന്നും ഇല്ലാത്ത എ ആണ് നല്ല ആസിഡ്. ഏറ്റവും മോശം ആസിഡ് ഇതിൽ സി ആണ്, കാരണം അതിലൊരു ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഉണ്ട്. ക്ലിയർ അല്ലേടാ? അപ്പോൾ ആസിഡിറ്റിയുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഈ കാര്യം ഒരിക്കലും മറക്കാതിരിക്കുക, ഇത് നിർബന്ധമായും എല്ലാവരും പഠിച്ചു വെക്കണം. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഓക്സിഡേഷനാണ്. ഓക്സിഡേഷൻ കുഞ്ഞുങ്ങളെല്ലാവരും വൃത്തിയായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളണേ. ഇതിൽ പല ഭാഗത്ത് ചാപ്റ്ററിലും ഈ ചാപ്റ്ററിലും അടുത്ത ചാപ്റ്ററിലൊക്കെ ആയിട്ട് പറഞ്ഞ പല കാര്യങ്ങളെയും ഞാൻ ക്ലബ് ചെയ്തിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. എല്ലാവരും ചാടി നിന്നോളണേ, ഉഷാറായിട്ട് പഠിച്ചോളണേ. കുഞ്ഞുങ്ങളെ ഇത് നിങ്ങൾക്കുള്ളതാണ്. പ്രൈമറി ആൽക്കഹോളിനെ ജസ്റ്റ് ഒന്ന് ഓക്സിഡൈസ് ചെയ്താൽ നിനക്ക് ആൽഡിഹൈഡാണ് കിട്ടുക. ഓർത്ത് വെക്കണം, പ്രൈമറി ആൽക്കഹോളിനെ ജസ്റ്റ് ഒന്ന് ഓക്സിഡൈസ് ചെയ്താൽ ആൽഡിഹൈഡ് കിട്ടും. എന്നാൽ അതേ പ്രൈമറി ആൽക്കഹോളിനെ സ്ട്രോങ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്താൽ, സ്ട്രോങ് ആയിട്ട് ഓക്സിഡേഷൻ നടത്തിയാൽ നിനക്ക് കാർബോക്സിലിക് ആസിഡ് കിട്ടും. കാർബോക്സിലിക് ആസിഡ് കിട്ടും. സെക്കൻഡറി ആൽക്കഹോളിനെ നീ എങ്ങനെ ഓക്സിഡേഷൻ നടത്തിയാലും നിനക്ക് കീറ്റോൺ ആണ് കിട്ടുക. കീറ്റോൺ ആണ് കിട്ടുക. ടേർഷ്യറി ആൽക്കഹോളിന് നോ ഓക്സിഡേഷൻ. ടേർഷ്യറി ആൽക്കഹോളിന് ഓക്സിഡേഷൻ ഇല്ല. അപ്പോൾ അവൻ പോട്ടെ. പ്രൈമറി ആൽക്കഹോളിന് ജസ്റ്റ് ഓക്സിഡൈസ് ചെയ്താൽ ആൽഡിഹൈഡ് കിട്ടും. പ്രൈമറി ആൽക്കഹോളിനെ സ്ട്രോങ് ഓക്സിഡേഷൻ നടത്തിയാൽ കാർബോക്സിലിക് ആസിഡ് കിട്ടും. സെക്കൻഡറി ആൽക്കഹോളിനെ ഓക്സിഡേഷൻ നടത്തിയാൽ കീറ്റോൺ കിട്ടും. അതിന് സഹായിക്കുന്ന ഓക്സിഡൈസിങ് ഏജൻറ്റുകളുടെ ലിസ്റ്റ് പിടിച്ചോ മോനെ. പ്രൈമറി ആൽക്കഹോളിനെ ആൽഡിഹൈഡ് ആക്കാൻ ഫസ്റ്റ് വൺ PCC, സെക്കൻഡ് വൺ കൊള്ളിൻസ് റിയേജൻറ്റ്, നോട്ട് ചെയ്ത് വെച്ചോ, കൊള്ളിൻസ് റിയേജൻറ്റ്. തേർഡ് വൺ CrO3, ഫോർത്ത് വൺ കോപ്പർ ബാർ 573 കെൽവിൻ. ഈ കൊളിൻസ് റിയേജൻറ്റ് എന്ന് പറഞ്ഞാൽ CrO3 പ്ലസ് പിരിഡിൻ എന്ന മിക്സ്ചറാണ്. CrO3 പ്ലസ് പിരിഡിൻ എന്ന മിക്സ്ചറാണ് കൊളിൻസ് റിയേജൻറ്റ്. ക്ലിയർ ആണല്ലോ? ഈ 4 പേരെ ഉപയോഗിച്ചാലും പ്രൈമറി ആൽക്കഹോൾ ആൽഡിഹൈഡ് ആകും. അതിലേറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് PCC ആണ്. ഓക്കെ അല്ലേ? പ്രൈമറി ആൽക്കഹോളിനെ സ്ട്രോങ് ഓക്സിഡേഷൻ നടത്തി കാർബോക്സിലിക് ആസിഡ് ആക്കി മാറ്റാൻ 5 പേരുണ്ട്. 1, 2, 3, 4, 5. ഫസ്റ്റ് വൺ KMnO4, നോട്ട് ചെയ്ത് വെച്ചോ, പൊട്ടാസ്യം പെർമാംഗനേറ്റ്. സെക്കൻഡ് വൺ K2Cr2O7, K2Cr2O7 പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. K2 എന്നാണ്, Kr2 എന്നായി പോയി, K2 എന്നാണ്, K2Cr2O7. തേർഡ് വൺ പഠിച്ചോളൂ, CrO3 പ്ലസ് H2SO4. എടാ CrO3 പ്ലസ് H2SO4നെ നമ്മൾ ജോൺസ് റിയേജൻറ്റ് എന്ന് പേര് വിളിക്കാറുണ്ട്. നോട്ട് ചെയ്ത് വെച്ചോ, ജോൺസ് റിയേജൻറ്റ്. നെക്സ്റ്റ് CrO3 പ്ലസ് H2O. ഫിഫ്ത്ത് വൺ H2CrO4. 4, 5 ഒന്നാണെന്നൊന്ന് മനസ്സിലാക്ക്. 4, 5 ഒന്നാണ്. CrO3 പ്ലസ് H2O ക്ലബ് ചെയ്ത് എഴുതിയതാണ് H2CrO4. ചുരുക്കം പറഞ്ഞാൽ ഈ 5 പേർക്ക് പ്രൈമറി ആൽക്കഹോളിനെ ഡയറക്റ്റ് കാർബോക്സിലിക് ആസിഡ് ആക്കി മാറ്റാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇപ്പോൾ ഇവിടെ 4ഉം ഇവിടെ 5ഉം ടോട്ടൽ 9 ആളായില്ലേടാ. ആ 9 ആൾക്കും സെക്കൻഡറി ആൽക്കഹോളിനെ കീറ്റോൺ ആക്കാൻ പറ്റും. അപ്പോൾ ഇത് പഠിച്ചാൽ മതി, അവർക്ക് എല്ലാവർക്കും സെക്കൻഡറി ആൽക്കഹോളിനെ കീറ്റോൺ ആക്കി മാറ്റാൻ പറ്റുമെന്ന് ഓർത്താൽ മതി. വൃത്തിയായിട്ടൊന്ന് എഴുതിയെടുത്തിട്ട് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഈ എക്സാമ്പിൾ ഒന്ന് ചെയ്തേടാ. CH3 സിംഗിൾ ബോണ്ട് CH2OH, ആരോ മാർക്കിന് മുകളിൽ CrO3. എടാ നോക്കിയേ, CH2OH എന്ന് പറഞ്ഞാൽ ഒരു പ്രൈമറി ആൽക്കഹോൾ അല്ലേ. പ്രൈമറി ആൽക്കഹോളിലേക്ക് CrO3 വന്നാൽ അത് ആൽഡിഹൈഡായി മാറുന്നല്ലേ ഞാൻ പറഞ്ഞേ. അപ്പോൾ ഈ CH3 അങ്ങനെ തന്നെ നിലനിർത്തി പ്രൈമറി ആൽക്കഹോൾ എന്ന ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് ആൽഡിഹൈഡ് CHO ആയി മാറി. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതൊന്ന് എഴുതി നോക്കിയേടാ. ഒരു സൈക്ലോഹെക്സൈൻ ഉണ്ട്. ഈ സൈക്ലോഹെക്സൈനിൻ്റെ ഈ ഭാഗത്തൊരു CH2OH ഉണ്ട്, ഇവിടെ ഒരു OH എന്ന് മാത്രവുമുണ്ട്. CH2OH ഉണ്ട്, OH ഉണ്ട്. ആരോ മാർക്കിന് മുകളിൽ KMnO4 കണ്ടു. എടാ KMnO4ൻ്റെ പണി എന്താ? പ്രൈമറി ആൽക്കഹോളിനെ കാർബോക്സിലിക് ആസിഡ് ആക്കി മാറ്റണം, സെക്കൻഡറി ആൽക്കഹോളിനെ കീറ്റോൺ ആക്കിയും മാറ്റും. അപ്പോൾ പ്രൈമറി ആൽക്കഹോളിനെ കാർബോക്സിലിക് ആസിഡ് ആക്കി മാറ്റുമ്പോൾ മുകളിലുള്ളവൻ COOH ആകും, താഴെയുള്ളവൻ കീറ്റോൺ C ഡബിൾ ബോണ്ട് O ആകും. മനസ്സിലായില്ലേ? അപ്പോൾ ഈ പ്രൊഡക്റ്റുകളൊക്കെ എങ്ങനെയാണ് ഞാൻ എഴുതിയത് എന്ന് വൃത്തിയായിട്ട് മനസ്സിലാക്കുക. കുഞ്ഞുങ്ങളെ ഇതൊന്ന് നോക്കിക്കേടാ. ഇതാരാ? ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്, ഇവിടെ ഒരു OH ഉണ്ട്.
ആരോ മാർക്കിന് മുകളിൽ PCC കണ്ടു. എടാ ആരോ മാർക്കിന് മുകളിൽ PCC കണ്ടു. അപ്പോൾ നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? ഈ ആൽക്കഹോൾ പ്രൈമറി ആണോ സെക്കൻഡറി ആണോ നോക്കി, അത് സെക്കൻഡറി ആൽക്കഹോളാണ്. സെക്കൻഡറി ആൽക്കഹോൾ ആകുമ്പോൾ ആ ഭാഗം കീറ്റോണായി മാറുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതുമാണ്. കീറ്റോണായി മാറും. അപ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന സംശയം ഈ ഡബിൾ ബോണ്ടിന് എന്ത് സംഭവിക്കും എന്നാണ്. കുഞ്ഞ്, ഡബിൾ ബോണ്ടിന് ഒന്നും സംഭവിക്കില്ല എന്നതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് എല്ലാവരും അത് നോട്ട് ചെയ്ത് വെച്ചോ. PCC വിൽ നോട്ട് അഫക്റ്റ് ഡബിൾ ബോണ്ട് എന്ന് വൃത്തിയായിട്ട് എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ പഠിച്ചു വെക്കൽ മസ്റ്റാണ്. അപ്പോൾ PCCക്ക് ഡബിൾ ബോണ്ടിനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നതാണ് ആ എക്സാമ്പിളിൽ ഞാൻ ഉദ്ദേശിച്ചത്. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ പഠിക്കേണ്ട വേറൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഓക്സിഡേഷനാണ് ഫീനോളിൻ്റെ ഓക്സിഡേഷൻ. ഇതല്ലടാ ഫീനോള് ജസ്റ്റ് എയറിൽ തുറന്ന് വെച്ചാൽ തന്നെ അതിന് ഓക്സിഡേഷൻ നടക്കും. കുറച്ച് സമയമെടുത്താണ് നടക്കുക, എന്നാലും നടക്കും. ഇതിൻ്റെ പേരാണ് ഇവിടെയും ഇവിടെയും ഡബിൾ ബോണ്ട്, ഇവിടെയും ഇവിടെയും ഡബിൾ ബോണ്ട് O. ഇവൻ്റെ പേരാണ് ബെൻസോക്യുനോൺ. നോട്ട് ചെയ്ത് വെച്ചോ. ഫീനോളിന് ജസ്റ്റ് ഓക്സിഡേഷൻ നടന്നാൽ, ഫീനോൾ ഇൻ പ്രസൻസ് ഓഫ് എയർ തന്നെ ഓക്സിഡേഷൻ നടക്കും, ബെൻസോക്യുനോൺ തരും. ആൻഡ് ബെൻസോക്യുനോൺ ഈസ് എ കോൺജുഗേറ്റഡ് ഡൈകീറ്റോൺ ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. കോൺജുഗേറ്റഡ് ഡൈകീറ്റോൺ. ഇതാ 2 കോൺജുഗേഷൻ ഉണ്ട്, 2 കീറ്റോൺ ഗ്രൂപ്പ് ഉണ്ട്. ആ പേരൊന്ന് ഓർത്ത് വെച്ചേക്കുക. എടാ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ടത്, ദിസ് റിയാക്ഷൻ ഈസ് കാറ്റലൈസ്ഡ് ബൈ. ഈ റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യാൻ, ഇത് ഞാൻ പറഞ്ഞു സമയമെടുത്താണ് നടക്കുക എന്ന് പറഞ്ഞു, അത് കാറ്റലൈസ് ചെയ്യാൻ ഒരു ഓക്സിഡൈസിങ് ഏജൻറ്റിന് പറ്റും. അവനാണ് Na2Cr2O7 അസിഡിക് മീഡിയത്തിലുള്ള Na2Cr2O7 സോഡിയം ഡൈക്രോമേറ്റിന് ഈ റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യാൻ പറ്റും. ആൻഡ് ബെൻസോക്യുനോൺ ഈസ് ഫോംഡ്. നോട്ട് ചെയ്ത് വെച്ചോളണം. ഫീനോളിൻ്റെ ഓക്സിഡേഷൻ ഒന്നേ പഠിക്കാനുള്ളൂ, അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് നോക്കിയാൽ ലൂക്കാസ് ടെസ്റ്റ് ആണ്. ലൂക്കാസ് ടെസ്റ്റ് ആരാണെന്ന് അറിയണതിന് മുമ്പ് ലൂക്കാസ് റിയേജൻ്റ് ആരാണെന്ന് അറിയണ്ടേ? അൻഹൈഡ്രസ് ZnCl2 + HCl ആണ്. ഇൻ 1:1 റേഷ്യോ. ഈക്വൽ എമൗണ്ട് ഓഫ് അൻഹൈഡ്രസ് ZnCl2 + HCl ആണെങ്കിലാണ് അതിനെ നമ്മൾ ലൂക്കാസ് റിയേജൻ്റ് എന്ന് പേര് വിളിക്കുക. എടാ ലൂക്കാസ് ടെസ്റ്റ് എന്തിനുള്ളതാണ്? പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ആൽക്കഹോളുകളെ തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ, സെപ്പറേറ്റ് ചെയ്യാനാണ് നമുക്ക് ലൂക്കാസ് ടെസ്റ്റ് ഉപയോഗിക്കുക. അപ്പോൾ പ്രൈമറി ആൽക്കഹോൾ ആണോ സെക്കൻഡറി ആൽക്കഹോൾ ആണോ ടെർഷറി ആൽക്കഹോൾ ആണോ എന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്ത് മനസ്സിലാക്കുന്നതിനുള്ള ടെസ്റ്റാണ് ലൂക്കാസ് ടെസ്റ്റ്. എടാ പെട്ടെന്ന് പറ, ടെർഷറി ആൽക്കഹോൾ ആണെങ്കിൽ ഞാൻ അതിലേക്ക് ലൂക്കാസ് റിയേജൻ്റ് ഇട്ടാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് റിയാക്ഷൻ നടക്കുകയും അവിടെ ഇമ്മീഡിയറ്റ്ലി, കേട്ടോളണേ, ഇമ്മീഡിയറ്റ് ആയിട്ട് ടർബിഡിറ്റി ഫോം ചെയ്യുകയും ചെയ്യും. ടർബിഡിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ റിയാക്ഷൻ നടന്നിട്ട് ടർബിഡിറ്റി, ഒരു കലക്കുണ്ടാകും, അവിടെ ഒരു പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്ത പോലെ ഫീൽ ചെയ്യും. അതാണ് ടർബിഡിറ്റി. സെക്കൻഡറി ആൽക്കഹോൾ ആണെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ ടർബിഡിറ്റി ഉണ്ടാവില്ല. ആഫ്റ്റർ 5 to 10 minutes, കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അവിടെ ടർബിഡിറ്റി ഫോം ചെയ്യുകയുള്ളൂ. എന്നാൽ നമ്മളെ കയ്യിലുള്ളത് ഒരു പ്രൈമറി ആൽക്കഹോൾ ആണെങ്കിൽ ലൂക്കാസ് റിയേജൻ്റ് ഇട്ടാൽ നോ ടർബിഡിറ്റി അറ്റ് റൂം ടെമ്പറേച്ചർ. അങ്ങനെ പഠിക്കണേ. റൂം ടെമ്പറേച്ചറിൽ ടർബിഡിറ്റി ഇല്ല. അപ്പോൾ നമ്മൾ റൂം ടെമ്പറേച്ചറിലാണ് ഈ ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടത്. എൻ്റെ കയ്യിലുള്ള ആൽക്കഹോൾ പ്രൈമറി ആണോ സെക്കൻഡറി ആണോ ടെർഷറി ആണോ എന്നറിയാൻ അതിലേക്ക് ഒരു ലേശം ലൂക്കാസ് റിയേജൻ്റ് ഇട്ട് നോക്കിയാൽ മതി. അത് ടെർഷറി ആണെങ്കിൽ ആ സ്പോട്ടിൽ ടർബിഡിറ്റി ഉണ്ടാകും, സെക്കൻഡറി ആണെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാവുക, പ്രൈമറി ആണെങ്കിൽ ടർബിഡിറ്റി ഉണ്ടാവുകയില്ല. ഇങ്ങനെ നമുക്ക് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ആൽക്കഹോളുകളെ തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്ത് മനസ്സിലാക്കാനുള്ള ടെസ്റ്റിൻ്റെ പേരാണ് ലൂക്കാസ് ടെസ്റ്റ്. നെക്സ്റ്റ് ഒന്ന് നോക്കിയേടാ, റെയ്മർ ടിമൻ റിയാക്ഷൻ. 4ാമനാണ് റെയ്മർ ടിമൻ റിയാക്ഷൻ. എടാ റിയേജൻറ്റുകളെ കാണാതെ പഠിച്ചോ. റിയേജൻസ്: 1 CHCl3, 2 NaOH, 3 H+. നിർബന്ധമായിട്ടും പഠിച്ചു വെച്ചോളണം. CHCl3, NaOH, H+. ആരാ റിയാക്റ്റൻ്റ് എന്നറിയില്ലേടാ? ഫീനോൾ കാണിക്കുന്ന റിയാക്ഷനാണ് റെയ്മർ ടിമൻ റിയാക്ഷനും കോൾബ്സ് റിയാക്ഷനും ഒക്കെ. അപ്പോൾ ഫീനോളാണ് റിയാക്റ്റൻ്റ്. ഈ പറഞ്ഞ 1, 2, 3 ആളുകൾ അതിന് മുകളിൽ വേണം. അപ്പോൾ എന്ത് സംഭവിക്കും? ഫീനോളിൻ്റെ ഓർത്തോ പൊസിഷൻ, ഇതല്ലടാ ഫീനോളിൻ്റെ ഓർത്തോ പൊസിഷൻ, അവിടെ CHO വരും. CHO എന്ന് പറഞ്ഞാൽ ആരാ? സാലിസിൽ ആൽഡിഹൈഡ് ആണ്. സാലിസിൽ ആൽഡിഹൈഡ് എന്നാണ് ഇവൻ്റെ പേര്. സോ ദി പ്രൊഡക്റ്റ് ഈസ് സാലിസിൽ ആൽഡിഹൈഡ്. ഓർത്ത് വെച്ചോളണേ. ദ റെയ്മർ ടിമൻ റിയാക്ഷൻ ആണെങ്കിൽ സാലിസിൽ ആൽഡിഹൈഡ് ആണ്. അടുത്തതായിട്ട് പഠിക്കാനുള്ളത് കോൾബ്സ് റിയാക്ഷൻ ആണ്. 1, 2, 3 റിയേജൻറ്റ് ഇവിടെയുണ്ട്. ഫസ്റ്റ് വൺ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്,
സെക്കൻഡ് വൺ NaOH, തേർഡ് വൺ H+. എടാ വ്യത്യാസം ഇതാണ്. ഇവിടെ നോക്കിക്കേ, ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരുന്നത് CHCl3 ക്ലോറോഫോം ആണ്, ഇവിടെ ഉപയോഗിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അതാണ് ഡിഫറൻസ്. ഈ 3 പേരും ഉണ്ടെങ്കിൽ ഈ റിയാക്ഷൻ്റെ പേര് കോൾബ്സ് റിയാക്ഷൻ എന്നാണ്. വ്യത്യാസം അത്രയേ ഉള്ളൂ. ഫീനോളിലേക്ക് ഞാൻ ഈ പറഞ്ഞ 1, 2, 3 കാര്യങ്ങൾ ഇട്ടാൽ ഫീനോളിൻ്റെ ഓർത്തോ പൊസിഷനിൽ COOH വരും. അതിനെ നമ്മൾ സാലിസിൽ ആൽഡിഹൈഡ് എന്ന് പേര് വിളിക്കും. സാലിസിലിക് ആസിഡ് എന്ന് പേര് വിളിക്കും. സാലിസിലിക് ആസിഡ് എന്ന് പേര് വിളിക്കും. അപ്പോൾ കഥ കഴിഞ്ഞു. റൈമർ ടീമൻ റിയാക്ഷൻ ആണോ പ്രൊഡക്റ്റ് സാലിസിൽ ആൽഡിഹൈഡ് ആണ്, കോൾബ്സ് റിയാക്ഷൻ ആണോ പ്രൊഡക്റ്റ് സാലിസിലിക് ആസിഡ് ആണ്. റിയാക്റ്റൻറ്റിലെ ഡിഫറൻസ് റൈമർ ടീമനിൽ CHCl3 ആണ്, കോൾബ്സ് റിയാക്ഷനിൽ CO2 ആണ്. ഓർത്തു വെച്ചോളൂ, ക്വസ്റ്റ്യൻ മസ്റ്റാ. അടുത്ത നോക്കിയേടാ ബ്രോമിനേഷനാണ്. നിങ്ങൾക്കറിയാം നമ്മുടെ കുട്ടൻ ഫീനോളിനെ ഞാൻ ബ്രോമിനേഷൻ നടത്താൻ എൻ്റെ കയ്യിൽ 2 റിയേജൻ്റ് ഉണ്ട്. ഓർത്തു വെച്ചോളണം. ഒരു റിയേജൻ്റ് ആരാ? നമ്മുടെ ബ്രോമിനും CS2വുമാണ്, CS2 കാർബൺ ഡൈ സൾഫൈഡ്. വേറൊരു റിയേജൻ്റ് ബ്രോമിനും വാട്ടറുമാണ്. എന്താ ഡിഫറൻസ്? ബ്രോമിനും വാട്ടറും വന്നാൽ റിയാക്ടിവിറ്റി കുറച്ച് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഫീനോളിൻ്റെ എല്ലാ ഓർത്തോ പൊസിഷനുകളിലും പാരാ പൊസിഷനിലും ഒരുമിച്ച് ബ്രോമിൻ അങ്ങോട്ട് കയറും. ബ്രോമിനും വാട്ടറും ആണെങ്കിൽ റിയാക്ഷൻ കുറച്ച് കൂടുതലാണ്, എല്ലായിടത്തും കയറും. ബ്രോമിനും CS2 ആണെങ്കിൽ റിയാക്ടിവിറ്റി കുറച്ച് കുറവാണ്, ഒരിടത്ത് മാത്രമേ കയറുള്ളൂ. അതുകൊണ്ട് തന്നെ ഒന്നിരിക്കൽ ഫീനോളിൻ്റെ ഓർത്തോ പൊസിഷനിൽ ബ്രോമിൻ വരാം, അല്ലെങ്കിൽ ഫീനോളിൻ്റെ പാരാ പൊസിഷനിൽ ബ്രോമിൻ വരാം. ഇതാണ് പ്രൊഡക്റ്റ്. അപ്പോൾ ബ്രോമിനും CS2 ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ എയ്തർ ഓർത്തോ ബ്രോമോ ഫീനോൾ അല്ലെങ്കിൽ പാരാ ബ്രോമോ ഫീനോൾ. പക്ഷെ ബ്രോമിനും വാട്ടറുമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 2,4,6 ട്രൈ ബ്രോമോ ഫീനോൾ ഒരുമിച്ചാണ് വരിക. ഇതേപോലെ ഇക്വലൻ്റ് ആയ റിയാക്ഷനാണ് നൈട്രേഷനും ഇതുപോലെയാണ്. നമ്മുടെ കയ്യിലുള്ള ആളാരാ? ഫീനോളാണ്. ഫീനോളിനെ നൈട്രേഷൻ നടത്താൻ ഒന്നിരിക്കൽ ഡൈല്യൂട്ട് HNO3 ഉപയോഗിക്കാം, അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് HNO3 ഉപയോഗിക്കാം. എടാ ഈ പറഞ്ഞ അതേ കണക്കിന് ഡൈല്യൂട്ട് HNO3 ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ റിയാക്ടിവിറ്റി കുറവാണ്, കോൺസെൻട്രേറ്റഡ് HNO3 ആണെങ്കിൽ റിയാക്ടിവിറ്റി കൂടുതലാണ്. അപ്പോൾ കോൺസെൻട്രേറ്റഡ് HNO3 ആണെങ്കിലുള്ള പ്രൊഡക്റ്റ് ആദ്യം വരക്കാം. ഫീനോളിൻ്റെ എല്ലാ ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനും എല്ലാം ചറപറ NO2 കയറി മേയും. ആൻഡ് ദിസ് കോമ്പൗണ്ട് ഈസ് കോൾഡ് പിക്രിക് ആസിഡ്. ഇതിനെ വിളിക്കുന്ന പേരെന്താ മോനെ? പിക്രിക് ആസിഡ്. എന്നാൽ ഡൈല്യൂട്ട് HNO3 ആണെങ്കിൽ റിയാക്ടിവിറ്റി കുറവാണ്. അപ്പോൾ ബ്രോമിനേഷനിൽ നിങ്ങൾ കണ്ട പോലെ തന്നെ ഫീനോളിൻ്റെ ഒന്നിരിക്കൽ ഓർത്തോ പൊസിഷനിൽ NO2 വരും, അല്ലെങ്കിൽ പാരാ പൊസിഷനിൽ NO2 വരും. ഫീനോളിൻ്റെ പാരാ പൊസിഷനിൽ NO2 വരും. എടാ സാധാരണ ഇങ്ങനെ ഓർത്തോയിലും പാരയിലൊക്കെ 2 ടൈപ്പ് പ്രൊഡക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ പാരയാണ് അവിടെ മേജറായിട്ട് ഉണ്ടാവാറുള്ളത്. പക്ഷേ ഈ നൈട്രേഷനിൽ മാത്രം ഈ ഓർത്തോയാണ് ഇവിടെ മേജറായിട്ട് ഉണ്ടാവുക. സാധാരണ ഓർത്തോക്കും പാരക്കും പോസിബിലിറ്റി ഉണ്ടെങ്കിൽ പാരയാണ് മേജർ ആവാറ്, സ്റ്റെറിക് എഫക്റ്റ് കാരണം. പക്ഷേ ഇവിടെ ഓർത്തോയാണ് മേജർ. കാരണം ഓർത്തോ നൈട്രോഫീനോളിൽ ഒരു ഇൻറ്റേർണൽ ആയിട്ടുള്ള ഹൈഡ്രജൻ ബോണ്ടിങ്, ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിളാണ്. അത് കാരണം അയാൾക്ക് എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉണ്ട്. അത് കാരണം ഓർത്തോ നൈട്രോഫീനോളാണ് ഈ 2 ആളുകളുടെ കൂട്ടത്തിൽ കുറച്ചുകൂടെ മേജർ പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാവുക എന്നുള്ള പോയിന്റ് കൂടി ഇവിടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഫീനോളിൻ്റെ നൈട്രേഷനും ഇവിടെ അവസാനിച്ചിരിക്കുന്നു കുഞ്ഞ്. ഇനി നിങ്ങൾക്കറിയാം നമ്മുടെ ഗവൺമെൻറ് പല കാര്യങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ആൽക്കഹോൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലാബുകളിലേക്ക്, ഹോസ്പിറ്റലുകളിലേക്കൊക്കെ ആൽക്കഹോൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. ആ ആൽക്കഹോൾസ് മദ്യമാണ്. അതിനെ മിസ്യൂസ് ചെയ്യപ്പെടാതിരിക്കാൻ ആ ആൽക്കഹോളിനെ ഡീനാച്ചുറേഷൻ നടത്തിയിട്ടാണ് സപ്ലൈ ചെയ്യുന്നത്. ഈ ഡീനാച്ചുറേറ്റഡ് ആൽക്കഹോളിനെ മെത്തിലേറ്റഡ് സ്പിരിറ്റ് എന്ന് പേര് വിളിക്കാറുണ്ട്. ഓർത്ത് വെച്ചോളണേ, മെത്തിലേറ്റഡ് സ്പിരിറ്റ്. കാരണം ഇതിലേക്ക് എത്തനോളാണല്ലോ നമ്മുടെ താരം, എത്തനോളാണ് മദ്യം. അതിലേക്ക് ഞാൻ ഇനി പറയുന്ന ആൾക്കാരൊക്കെ ആഡ് ചെയ്തിടും, ഇതിനെ മിസ്യൂസ് ചെയ്യപ്പെടാതിരിക്കാൻ, കുടിച്ചാൽ കുടിച്ചവൻ്റെ വിവരം അറിയാൻ. എടാ എത്തനോളിലേക്ക് ആഡ് ചെയ്യുന്ന ആൾക്കാർ ഓർത്ത് വെച്ചോ. ഒന്ന് മെത്തനോൾ ആഡ് ചെയ്യും. മെത്തനോൾ പോയിസൺ ആണ്, കണ്ണിൻ്റെ കാഴ്ചശക്തി പോകും, അധികമായാൽ മരിച്ചും പോകും. അപ്പോൾ കുറച്ച് മെത്തനോൾ ആഡ് ചെയ്തിടും. പിന്നെ പിരിഡിൻ ആഡ് ചെയ്യും. ഓർത്ത് വെച്ചോളണേ, പിരിഡിൻ ആഡ് ചെയ്യും. റബ്ബർ ഡിസ്റ്റിലേറ്റ് ആഡ് ചെയ്യും. ഓർത്ത് വെച്ചോളണേ, റബ്ബർ ഡിസ്റ്റിലേറ്റ് ആഡ് ചെയ്യും. ഓക്കെ, അപ്പോഴാണ് ഇയാൾ മെത്തിലേറ്റഡ് സ്പിരിറ്റ് അല്ലെങ്കിൽ ഡീനാച്ചുറേറ്റഡ് സ്പിരിറ്റായി മാറുക. പിന്നെ CuSO4 ആഡ് ചെയ്യും കേട്ടോ, CuSO4 ആഡ് ചെയ്യും. ഈ പറഞ്ഞ ആൾക്കാരെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡീനാച്ചുറേറ്റഡ് സ്പിരിറ്റായി, ഡീനാച്ചുറേഷൻ നടന്നു, മെത്തിലേറ്റഡ് സ്പിരിറ്റായി.
എന്ത് സംഭവിക്കും? അഫക്റ്റ് വിഷൻ. അത് കുടിച്ചു കഴിഞ്ഞാൽ കണ്ണിൻ്റെ കാഴ്ചശക്തി പോകും. പിന്നെ മരിച്ച പോലെയാകും. സ്റ്റെറിലിറ്റി, കുട്ടികൾ ഉണ്ടാവില്ല. മരിച്ച പോലെയായല്ലോ. അധികമായാൽ ഡെത്ത്, മരിച്ചും പോകും. ഇതെല്ലാം ഈ ഡീനാച്ചുറേറ്റഡ് സ്പിരിറ്റിൻ്റെ കുടിച്ചാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ്. ഇനിയടാ ആൽക്കഹോളുകൾ പല പേർപ്പസുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഈ പറയുന്ന എഥനോളിനെ പല പേർപ്പസുകളിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. കൊമേഴ്ഷ്യലി എഥനോളിനെ നമ്മൾ ലാബുകളിൽ ഉപയോഗിക്കുന്നുണ്ട്, ഹോസ്പിറ്റലുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഓർക്കുന്നില്ലേ? സ്പിരിറ്റ് ഡിസിൻഫെക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിനൊക്കെ പുറമെ ഫീനോൾ, ഈ ഫീനോളിന് ഒരുപാട് ഡ്രഗുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഡ്രഗ് എന്ന് പറഞ്ഞാൽ മെഡിസിൻസ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ആസ്പിരിൻ എന്ന് പറയുന്ന ഡ്രഗ് ഫീനോളിനെ വെച്ചാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ പാരാസെറ്റാമൈഡോഫീനോൾ എന്നാണ് അതിൻ്റെ നെയിം. പാരസെറ്റാമോൾ എന്ന് നമ്മൾ ഷോർട്ടാക്കി പറയുന്ന പാരസെറ്റാമോളിലൊക്കെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഫീനോളാണ്. പിന്നെ നിങ്ങൾ സൊല്യൂഷൻസ് എന്ന ചാപ്റ്ററിൽ പഠിച്ച ഒരാളാണ് എത്തിലീൻ ഗ്ലൈക്കോൾ. ഈ എത്തിലീൻ ഗ്ലൈക്കോൾ എന്ന് പറയുന്ന ആളെ നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുന്നുണ്ട്? ആൻറ്റി ഫ്രീസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് ആൻറ്റി ഫ്രീസ് എന്ന് അറിയില്ലടാ? ഈ വെള്ളത്തിൻ്റെ ഫ്രീസിങ് പോയിൻ്റ് 0 ഡിഗ്രിയേക്കാളും താഴോട്ട് കൊണ്ടുവരാൻ, അവരെ ഫ്രീസ് ചെയ്യാതെ പിടിച്ചു നിർത്താൻ നമ്മളെ സഹായിക്കുന്ന ആളാണ് ആൻറ്റി ഫ്രീസ്. അങ്ങനെ ഉപയോഗിക്കുന്ന ആളാണ് എത്തിലീൻ ഗ്ലൈക്കോൾ. നോട്ട് ചെയ്ത് വെച്ചോളണം കുഞ്ഞുങ്ങളെ. നമുക്കറിയാവുന്ന കാര്യമാണ് ഏത്? ഈതർ എന്ന് ഈ ചാപ്റ്ററിൻ്റെ ഭാഗമാണ്. ആൽക്കഹോൾ, ഫീനോൾ, ഈതർ എന്ന് പറഞ്ഞാൽ എന്താ? ഈ വാട്ടർ. ഈ വാട്ടറിൽ നിന്ന് 2 ഹൈഡ്രജൻ പോയിട്ട് പകരം ആൽക്കൈൽ ഗ്രൂപ്പ് കൊടുത്തതാണല്ലോ ഈതർ. ശരിയല്ലേടാ? വാട്ടറിൽ 2 ഹൈഡ്രജൻ അല്ലേ ഉള്ളത്? ആ 2 ഹൈഡ്രജനെ ഒഴിവാക്കി, എന്നിട്ട് പകരം ആൽക്കൈൽ ഗ്രൂപ്പ് കൊടുത്തു. അപ്പോഴല്ലേടാ ഇത് ഈതറായത്. അതുകൊണ്ട് തന്നെ ഈതറിനെ നമ്മൾ ഡൈ ആൽക്കൈൽ ഡെറിവേറ്റീവ് ഓഫ് വാട്ടർ എന്ന് പേര് വിളിക്കും. എന്ന് പറഞ്ഞാൽ വാട്ടറിൽ നിന്ന് 2 ഹൈഡ്രജനെ റിമൂവ് ചെയ്തിട്ട് അതിന് പകരം ആൽക്കൈൽ ഗ്രൂപ്പ് കൊടുത്തതാണ് ഈതർ എന്നർത്ഥം. ക്ലിയർ അല്ലേ? ഈതർ 2 വിധമുണ്ട്. സിമ്പിൾ ഈതറുമുണ്ട്, സിമ്പിൾ ഓർ സിമ്മട്രിക്കൽ ഈതർ. സിമ്മട്രിക്കലുമുണ്ട്, അൺസിമ്മട്രിക്കലുമുണ്ട്. അപ്പോൾ ഞാൻ എക്സാമ്പിൾ എഴുതുമ്പോൾ മനസ്സിലാക്കാം. CH3OCH3 ഒരു സിമ്മട്രിക്കലാണ്. പക്ഷേ CH3OCH2CH3 അൺസിമ്മട്രിക്കലാണ്. കാരണം എന്താ? ഇവിടെ ഈതറിൻ്റെ 2 ഭാഗത്തും ഡിഫറെൻ്റ് ആൽക്കൈൽ ഗ്രൂപ്പ് വന്നാൽ അൺസിമ്മട്രിക്കലാണ്. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഈതറിനുണ്ടാക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു റിയാക്ഷനാണ് വില്യംസൺ സിന്തസിസ്. ആരൊക്കെയാണ് റിയാക്റ്റൻ്റ് നോക്കണേ മോനെ? ഒരു ആൽക്കൈൽ ഹാലൈഡും ഒരു സോഡിയം ആൽക്കോക്സൈഡും. സിമ്പിളാണ്, പഠിച്ചു വെച്ചോ. ആൽക്കൈൽ ഹാലൈഡും സോഡിയം ആൽക്കോക്സൈഡും. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്നാൽ ROR' എന്ന് പറയുന്ന ഈതർ നമുക്ക് കിട്ടും. എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. CH3CH2ONA ഇതൊരു സോഡിയം ആൽക്കോക്സൈഡ് ആണ്, പ്ലസ് CH3X ആൽക്കൈൽ ഹാലൈഡുമാണ്. ഇവർ തമ്മിൽ റിയാക്ട് ചെയ്താൽ എന്ത് കിട്ടും? NAയും Xും ഇവിടെ നിന്നാണ് പോകും. ബാക്കിയുള്ള കിടുതാപ്പുകളൊക്കെ ഒരുമിച്ച് നിൽക്കും. CH3CH2OCH3 എന്ന് കിട്ടും. ക്ലിയർ അല്ലേടാ? അപ്പോൾ വില്യംസൺ സിന്തസിസ് ഭയങ്കര സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഒരു ക്വസ്റ്റ്യൻ എഴുതടാ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈതർ cannot be prepared? ഞാൻ ഫുൾ എഴുതുന്നില്ല, നിങ്ങൾ എഴുത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈതർ cannot be prepared by വില്യംസൺ സിന്തസിസ് വഴി ഉണ്ടാക്കാൻ പറ്റാത്ത ഈതർ ഏതാണ്? ഓപ്ഷൻ 1 PHOCH3, 2 CH3OCH3, 3 CH3CH2OCH3, 4 PHOPH. ഇതിലാരാണ് വില്യംസൺ സിന്തസിസ് വഴി ഉണ്ടാക്കാൻ പറ്റാത്ത ഈതർ എന്നാണ് ചോദ്യം. എടാ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ ഞാൻ നിനക്കൊരു ട്രിക്ക് പറഞ്ഞുതരാം, ഒരു എളുപ്പവഴി പറഞ്ഞുതരാം. ഞാൻ പറയുന്ന 3 ഗ്രൂപ്പ് ഉണ്ട്. അതേതാ 3 ഗ്രൂപ്പ്? ഒന്നാമത്തെ ഗ്രൂപ്പ് PH, രണ്ടാമത്തെ ഗ്രൂപ്പ് CH2 ഡബിൾ ബോണ്ട് CH2 വര എന്ന് പറഞ്ഞാൽ CH2 ഡബിൾ ബോണ്ട് CH വര, അപ്പോഴല്ലേ വാലൻസി കംപ്ലീറ്റ് ആവുക. എന്ന് പറഞ്ഞാൽ വിനൈൽ ഗ്രൂപ്പ് എന്നാണ് ഞങ്ങൾ വിളിക്കുക. നീ അങ്ങനെ പഠിച്ചേക്ക്, CH2 ഡബിൾ ബോണ്ട് CH. മൂന്നാമത്തത്
CH3 3 ടൈംസ് C വരാം എന്ന് പറഞ്ഞാൽ ടേർഷറി ആൽക്കൈൽ ഗ്രൂപ്പ്. ഈ 3 ഗ്രൂപ്പിനൊന്ന് മനസ്സിൽ ധ്യാനിച്ചോ. ആരൊക്കെയാടാ? PH ഉണ്ട്, CH2 ഡബിൾ ബോണ്ട് CH ഉണ്ട്, CH3 ത്രൈസ് C. എടാ ഒരു ഓക്സിജൻ്റെ രണ്ട് സൈഡിലും ഒരു ഓക്സിജൻ്റെ രണ്ട് സൈഡിലും ഈ 3 ആരെങ്കിലും ആണെങ്കിൽ അങ്ങനെ ഒരു ഈതറിനെ ഉണ്ടാക്കാൻ വില്യംസൺ സിന്തസിസ് പ്രകാരം പറ്റില്ല. എന്താ പറഞ്ഞാൽ ഒരു സൈഡിലല്ല കേട്ടോ, ഒരു സൈഡിലും ഈ ഗ്രൂപ്പിൽ പെട്ട ആരെങ്കിലും വേണം, മറ്റേ സൈഡിലും ഈ 3 ആരെങ്കിലും വേണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ ഈതറിനെ ഉണ്ടാക്കാൻ വില്യംസൺ സിന്തസിസിന് പറ്റില്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ നാലാമത്തെ ഇവൻ നോക്കിക്കേ. നാലാമൻ ഈ ഓക്സിജൻ്റെ ഒരു സൈഡിൽ PH മറ്റേ സൈഡിലും PH എന്നുള്ളത് ആ ടീമിൽ പെട്ട ആളാണ്, രണ്ട് സൈഡിലും ഈ ടീമിൽ പെട്ട ആളായതുകൊണ്ട് ദിസ് ഈതർ കനോട്ട് ബി പ്രിപ്പയർഡ് ബൈ വില്യംസൺ സിന്തസിസ്. അതുകൊണ്ട് ഇവനാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഞാനവിടെ വേറൊരു ക്വസ്റ്റ്യൻ തരാം. എന്താ നോക്കിക്കോ. CH3O CH2 CH ഡബിൾ ബോണ്ട് CH2 ഇയാളെ ഉണ്ടാക്കാൻ വില്യംസൺ സിന്തസിസിന് പറ്റുമെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. ഈ ഒരു ഈതറിനെ ഉണ്ടാക്കാൻ വില്യംസൺ സിന്തസിസിന് പറ്റുമോ? പറ്റും. എന്തുകൊണ്ട് പറ്റും? ഒരു സൈഡിൽ ഈ ഗ്രൂപ്പ് ഉണ്ടെന്ന് എഴുതിയിട്ട് കുഴപ്പമില്ലടാ, രണ്ട് സൈഡിലും ആ ടീമിൽ പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉണ്ടാക്കാൻ പറ്റാതിരിക്കുള്ളൂ. ഇപ്പോൾ ഈ CH3 കുഴപ്പക്കാരനല്ലല്ലോ, അതുകൊണ്ട് ഇയാൾ ഉണ്ടാക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് പറ്റുമോ നോക്കിയേടാ. CH3 3 ടൈംസ് C OCH ഡബിൾ ബോണ്ട് CH2 ഈ ഒരു ഈതറിനെ ഉണ്ടാക്കാൻ വില്യംസൺ സിന്തസിസിന് പറ്റുമെന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. ഈ ഈതറിനെ ഉണ്ടാക്കാൻ വില്യംസൺ സിന്തസിസിന് പറ്റില്ല. കാരണം ഈ സൈഡിലുള്ള ഗ്രൂപ്പും ഞാൻ തന്ന ലിസ്റ്റിലുള്ളവനാണ്. ദിസ് ഈതർ കനോട്ട് ബി പ്രിപ്പയർഡ് ബൈ വില്യംസൺ സിന്തസിസ്. ക്ലിയർ അല്ലേടാ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കാം. വില്യംസൺ സിന്തസിസ് നിങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു നോക്കിക്കേ. ഞാൻ എപ്പോഴും ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങളോട് പറയാറുണ്ട്, വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങളുടെ ഉത്തരം നിങ്ങൾ ഒറ്റക്കൊന്ന് കണ്ടെത്തുക, എന്നിട്ട് ഞാൻ പറയുന്ന ഉത്തരം ശരിയാണെന്ന് ഉറപ്പുവരുത്തുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത് ഭയങ്കര സ്പീഡായിട്ട് നിങ്ങൾക്ക് തോന്നും. ഒരു 15-20 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓരോ ക്വസ്റ്റ്യനും ഞാൻ സ്ക്രീനിൽ കാണിക്കുമ്പോഴും വീഡിയോ പോസ് ചെയ്യുക, നിങ്ങൾ ഒറ്റയ്ക്ക് ഉത്തരം കാണുക, എന്നതിന് ശേഷം മാത്രം വീഡിയോ കണ്ടിന്യൂ ചെയ്യുക. ദി ഡൈ ആൽക്കൈൽ ഡെറിവേറ്റീവ് ഓഫ് വാട്ടർ ഞാനിപ്പോൾ പറഞ്ഞു നിർത്തിയ സാധനമാണ്. ദാറ്റ് ഈസ് ഈതർ. ബ്രോമിൻ ഡിസോൾവ്ഡ് ഇൻ CS2 റിയാക്ട് വിത്ത് ഫിനോൾ അറ്റ് 273 കെൽവിൻ. ബ്രോമിനും കാർബൺ ഡൈ സൾഫൈഡും ആണെങ്കിൽ ഏതെങ്കിലും ഒരിടത്തല്ലേ റിയാക്ഷൻ നടക്കുക. അപ്പോൾ ഒന്നിരിക്കൽ ഓർത്തോ അല്ലെങ്കിൽ പാര, അങ്ങനെയല്ലേ പഠിപ്പിച്ചേ. ഓർത്തോയും പാരയും വന്നാൽ പാരയാണ് മേജർ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞും ചെയ്തു. നൈട്രേഷൻ ആണെങ്കിൽ മാത്രം തിരിഞ്ഞാണ് എന്നല്ലേ പറഞ്ഞേ. ബ്രോമിനേഷനിൽ ആ ചേഞ്ച് പറഞ്ഞിട്ടില്ല. ഓർത്തോയും ബ്രോമോയും ഉണ്ടെങ്കിൽ ഓർത്തോയും പാരയും ഉണ്ടെങ്കിൽ പാര ഈസ് മേജർ. ദി കോമ്പൗണ്ട് ഇൻ വിച്ച് ഹൈഡ്രജൻ ബോണ്ടിങ് ഈസ് നോട്ട് പോസിബിൾ. ക്വസ്റ്റ്യനിലൂടെ അതങ്ങോട്ട് ഇട്ടേക്കാം എന്ന് കരുതിയിട്ട് ഇൻക്ലൂഡ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഹൈഡ്രജൻ ബോണ്ടിങ് കാണിക്കണമെങ്കിൽ ഹൈഡ്രജൻ ഷുഡ് ബി ഇൻ ബോണ്ടിങ് വിത്ത് എയ്തർ വൺ ഓഫ് നൈട്രജൻ, ഓക്സിജൻ ഓർ ഫ്ലൂറിൻ. ഈ മൂന്നുമായി ഏതെങ്കിലുമായി ഡയറക്റ്റായി ബോണ്ട് ഉണ്ടാക്കിയ ആൾക്ക് മാത്രമേ ഹൈഡ്രജൻ ബോണ്ടിങ് കാണിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നോക്കിക്കേ. ഇവിടെ ഓക്സിജൻ്റെ കൂടെ ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഓക്സിജൻ്റെ കൂടെ ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഓക്സിജൻ്റെ കൂടെ ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഓക്സിജൻ്റെ കൂടെ ഹൈഡ്രജൻ ഇല്ല. സോ അവിടെ കാർബണിൻ്റെ കൂടെ അല്ലേടാ ഹൈഡ്രജൻ കിടക്കണേ. സോ ഈതർ കനോട്ട് ഷോ ഹൈഡ്രജൻ ബോണ്ടിങ്. ക്ലിയർ? നെക്സ്റ്റ് റിയാക്ഷൻ. ധാരാ ആൽക്കഹോൾ, ധാരാ സോഡിയം. എന്നിട്ട് എന്താ കിട്ടി? ONA കിട്ടി, ഹൈഡ്രജൻ പുറത്തേക്ക് പോയി. മോനെ, ഒരാൾ മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഹൈഡ്രജൻ ഇവോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ ആസിഡാണ് എന്നാണ് അർത്ഥം. പഠിച്ചു വെച്ച യൂണിവേഴ്സൽ നിയമമാണ്. ഒരാൾ മെറ്റലുമായിട്ട്, ഇവിടെ സോഡിയം മെറ്റലാണല്ലോ, മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഹൈഡ്രജൻ പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ ആ കോമ്പൗണ്ട് ആസിഡിക് ആണ് എന്നർത്ഥം. ഇവിടെ ഇപ്പോൾ ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടാൻ അതൊന്നും അറിയണ്ട. ആൽക്കഹോൾസ് ആസിഡിക് ആണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. സോ ആൻസർ 4. മോസ്റ്റ് ആസിഡിക് കോമ്പൗണ്ട് എമംഗ് ദി ഫോളോയിങ്. ഫീനോൾ ഉണ്ട്, എത്തനോൾ ഉണ്ട്, 3,5 ഡൈനൈട്രോ ഫീനോൾ ഉണ്ട്, 4 മെത്തോക്സി ഫീനോൾ ഉണ്ട്. ഒന്നും നോക്കണ്ട, ഓപ്ഷൻ 3. കാരണം എന്താ? ഫീനോളിനേക്കാളും ആസിഡിക് ആണ്. ഫീനോളിൻ്റെ 3ാമത്തെ പൊസിഷനിലും 5ാമത്തെ പൊസിഷനിലും NO2 വന്നാൽ ഇവനല്ലേടാ ഈ 3,5 ഡൈനൈട്രോ ഫീനോൾ. കാരണം NO2 ഗ്രൂപ്പ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഇൻക്രീസസ് ആസിഡിറ്റി. മെത്തോക്സി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്, വിച്ച് ഡിക്രീസസ് ആസിഡിറ്റി. ഡീലല്ലേ? സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ 3. There are 3 alcohols X, Y, Z which have 2, 1 and 0 alpha hydrogen atoms respectively, which does not give Lucas test immediately. ആൽഫ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ആരാ? ഒരു OH എന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബണിൻ്റെ കൂടെയുള്ള ഹൈഡ്രജൻ എണ്ണമാണ് ആൽഫ. ഇവിടെ ആൽഫ ഹൈഡ്രജൻ 2 ഉള്ള ആളുണ്ട്, 1 ഉള്ള ആളുണ്ട്, 0 ഉള്ള ആളുണ്ട്.
ആരാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ലൂക്കാസ് ടെസ്റ്റ് തരാതിരിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. ഇമ്മീഡിയറ്റ് ആയിട്ട് ലൂക്കാസ് ടെസ്റ്റ് വിച്ച് ഡസ് നോട്ട് ഗീവ് ലൂക്കാസ് ടെസ്റ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് ലൂക്കാസ് ടെസ്റ്റ് തരാത്തത് ഏത്? ഇങ്ങനെ വിചാരിക്കുമ്പോൾ നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് തരാത്തത് ഏതെന്ന് ചോദിച്ചാൽ ചിലർ തെറ്റിദ്ധരിക്കും, കുറച്ച് കഴിഞ്ഞിട്ട് തരുന്നതാര് എന്നാണോ ആ ചോദ്യത്തിന് അർത്ഥം. അങ്ങനെയല്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് തരാത്തത് ഏതെന്ന് പറഞ്ഞാൽ ലൂക്കാസ് ടെസ്റ്റ് ഇവിടെ പോസിറ്റീവ് അല്ലാത്തതാര് എന്നാണ് ആ ക്വസ്റ്റ്യൻ. ഹലോ, മനസ്സിലാക്കണേ. ഇവിടെ പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്, ടേർഷറി ഉണ്ട്. ടേർഷറി അല്ലേടാ ഇമ്മീഡിയറ്റ് ആയിട്ട് തരിക. ഇമ്മീഡിയറ്റ് ആയിട്ട് തരുന്ന ആൾ ടേർഷറിയാണ്. അപ്പോൾ അതല്ലാത്തതാരെന്ന് വെച്ചാൽ അവിടെ സെക്കൻഡറിക്കും പ്രൈമറിക്കും പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ തീരെ തരാത്ത ആൾ പ്രൈമറി ആണല്ലോ. അപ്പോൾ അതാണ് മോർ കറക്റ്റ് ആൻസർ. കാരണം പ്രൈമറി ആൽക്കഹോൾ എന്ത് ചെയ്യില്ല, ടർബിഡിറ്റി തരികയില്ല. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് തരാത്ത രണ്ടാൾക്കാരാണ് ഉള്ളത്. സെക്കൻഡറി ആൽക്കഹോളും ഉണ്ട്, പ്രൈമറി ആൽക്കഹോളും ഉണ്ട്. അപ്പോൾ സെക്കൻഡറി ആൽക്കഹോൾ കുറച്ച് സമയം കഴിഞ്ഞെങ്കിലും തരും, പ്രൈമറി ആൽക്കഹോൾ തരുകയേ ചെയ്യില്ല. അപ്പോൾ പ്രൈമറി ആൽക്കഹോളാണ് ആൻസർ. പ്രൈമറി ആൽക്കഹോൾ ആവണമെങ്കിൽ ഇത് CH2OH ആവണ്ടേടാ. ഇവിടെ CH2OH ആകുമ്പോഴല്ലേ ഇത് പ്രൈമറി ആൽക്കഹോൾ ആവുക. CH2OH എന്ന് പറഞ്ഞാൽ ആൽഫ ഹൈഡ്രജൻ്റെ എണ്ണം 2. ആൽഫ ഹൈഡ്രജൻ്റെ എണ്ണം 2 ഉള്ളവൻ ഓപ്ഷൻ 1 X. Phenol react with which one of the following reagent to give conjugated diketone? Phenol undergo oxidation in presence of air to give a conjugated diketone called benzoquinone. And this reaction is catalyzed by Na2Cr2O7 in presence of acid എന്ന് നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. So the answer is option 4. Benzene diazonium chloride on hydrolysis give phenol. ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡിലേക്ക് വെള്ളം ഒഴിച്ചാൽ ഫീനോൾ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. എൻസൈം വിച്ച് കൺവേർട്സ് ഗ്ലൂക്കോസ് ടു ഈഥൈൽ ആൽക്കഹോൾ, സൈമേസ് പഠിപ്പിച്ച ആളാണ്. മേജർ പ്രൊഡക്റ്റ് ഒബ്റ്റൈൻഡ് ഓൺ ഇൻട്രാക്ഷൻ ഓഫ് ഫീനോൾ വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് കാർബൺ ഡയോക്സൈഡ്. എടാ NaOH കാർബൺ ഡയോക്സൈഡ് H+, ഇത് മൂന്നും കൂടി ചേർന്നിട്ടുള്ള റിയാക്ഷൻ അല്ലായിരുന്നു കോൾപ്സ് റിയാക്ഷൻ. കോൾപ്സ് റിയാക്ഷൻ്റെ പ്രൊഡക്റ്റ് ആരാ? സാലിസിലിക് ആസിഡ് പഠിപ്പിച്ചതാണ്. ഇത് അതേ ക്വസ്റ്റ്യൻ ആണ്. ഇതേ നോക്കിക്കോ, NaOH ഉണ്ട്, കാർബൺ ഡയോക്സൈഡ് ഉണ്ട്, H+ ഉണ്ട്. H3O+ എന്ന് പറഞ്ഞാൽ H+ എന്നതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. എന്ത് കിട്ടും? സാലിസിലിക് ആസിഡ് കിട്ടും. അവസാനത്തെ പ്രൊഡക്റ്റാണ് നിന്നോട് ചോദിച്ചത്. നീ ആ സീക്വൻസിൻ്റെ ഇടയിലുള്ള ഇൻ്റർമീഡിയറ്റുകളൊന്നും പഠിക്കേണ്ടതില്ല. ഫൈനൽ പ്രൊഡക്റ്റ് സാലിസിലിക് ആസിഡ് ആണെന്ന് ഓർക്കുക. കാർബൺ മോണോക്സൈഡ് ഹൈഡ്രജൻ അഥവാ വാട്ടർ ഗ്യാസിനെ ഈ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം കൊടുത്ത് മെത്തനോൾ അഥവാ വുഡ് സ്പിരിറ്റ് ആക്കി മാറ്റാൻ നമ്മൾ കാറ്റലിസ്റ്റ് ആയിട്ട് ആരുപയോഗിക്കണമെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തന്നതാണ്. Cr2O3 ZnO ഓക്സിഡൈസിങ് ഏജൻസ് കപ്പിളിനെ ഉപയോഗിക്കണം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ സിമ്പിൾ ഈതർ? നോ കമൻസ്, ഓപ്ഷൻ 2. നെക്സ്റ്റ്, ക്ലോറോബെൻസീനിനെ ഒരു റിയാക്ഷൻ നടത്തിയിട്ട് ഫീനോൾ ആക്കുന്നു. ഒന്നും നോക്കണ്ട, ക്ലോറോബെൻസീനെ ഫീനോൾ ആക്കുന്നത് ഡൗസ് പ്രോസസ്സാണ്, അറിയാലോ. ഫീനോളിനെ സാലിസിൽ ആൽഡിഹൈഡ് ആക്കുന്നു. ആ റിയാക്ഷൻ കോൾപ്സ് റിയാക്ഷനാണ്, റെയ്മർ-ടീമൻ റിയാക്ഷനാണ്. ഫീനോളിനെ സാലിസിൽ ആൽഡിഹൈഡ് ആക്കി മാറ്റുന്ന റിയാക്ഷൻ റെയ്മർ-ടീമൻ റിയാക്ഷനാണ്. So the answer is option 3. Clear? Next ഒന്ന് നോക്കിയേടാ, അറ്റ് ലോ ടെമ്പറേച്ചർ ഫീനോൾ റിയാക്ട് വിത്ത് ബ്രോമിൻ ഇൻ CS2. നേരത്തെ പറഞ്ഞതാ, ഓർത്തോ ആൻഡ് പാരാ ബ്രോമോ ഫീനോൾ ആണ് കറക്റ്റ് ആൻസർ. കറക്റ്റ് ഓർഡർ ഓഫ് ആസിഡിക് സ്ട്രെങ്ത്, CH3 ഇലക്ട്രോണിനെ കൊടുക്കുന്നവനാണ്, അപ്പോൾ ആസിഡിറ്റി കുറയും. NO2 ഇലക്ട്രോണിനെ വലിക്കുന്നവനാണ്, അപ്പോൾ ആസിഡിറ്റി കൂടും. അപ്പോൾ 3 ആണ് ഏറ്റവും കൂടുതൽ ആസിഡിക്, പിന്നെ 1, പിന്നെ 2. 3, 1, 2. ഓപ്ഷൻ 2 is the correct answer. Phenol is used as a starting material for the manufacturing of drug is known as aspirin. Denaturated alcohol is commonly known as methylated spirit. എല്ലാം one word questions ആണ്. Which of the following compound can be used as antifreeze? Glycol, ethylene glycol. Which of the following is known as wood spirit? Methanol. Methanol എല്ലാം മാറിപ്പോകരുത്, methanol. That's all about the chapter. ആൽക്കഹോൾ, ഫിനോൾ ആൻഡ് ഈതർ. ചാടി നിന്നോളനെ, ഉഷാറായിട്ട് പഠിച്ചോളനെ, നോട്ട് എഴുതി സെറ്റാക്കിക്കോളനെ. ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് ഇട്ടേക്കണേ. ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ മറ്റു ചാപ്റ്ററുകളെല്ലാം ഞങ്ങളവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഫൈനൽ റൗണ്ട് റിവിഷന് വേണ്ടി ഇതിലും നല്ലൊരു ക്ലാസ്സിൻ്റെ മഹത്വമല്ല പറയണേ, ഇതിലും ബ്രീഫായിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയ ടൈം കൊണ്ട് ഇത്രയും കണ്ടൻറ്റ് ബ്രീഫായി നിങ്ങൾക്ക് റിവിഷൻ നടത്തുന്നതിന് സാധിക്കുന്ന മറ്റൊരു ഓപ്ഷൻ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് നിങ്ങൾക്ക് ഗുണം കിട്ടുന്നുണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങൾ ഞങ്ങളുടെ മറ്റു ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ടാകും. അതുപോലെ മറ്റു ക്ലാസ്സുകളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകും. ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നിങ്ങൾ ഛേദമില്ലാത്ത ഉപകാരം എന്ന നിലയ്ക്ക് നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ ഒന്ന് വിവരം പറ. എന്നിട്ട് അവരിലേക്കൊക്കെ ഒന്ന് വീഡിയോ അയച്ചു കൊടുത്തിട്ടൊന്ന് കണ്ടു നോക്കടാ, ഗുണമുണ്ടെങ്കിൽ ഫോളോ ചെയ്തോടാ എന്നൊരു വർത്തമാനം പറ. ആൽഡിഹൈഡ് കീറ്റോൺ കാർബോക്സിലിക് ആസിഡ് എന്ന ചാപ്റ്ററുമായി ഞാൻ വീണ്ടും വരും. താങ്ക് യു.